അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് ചന്ദ്രയ്ക്ക് മഹേന്ദ്രൻ സാറ് കാർ ഓടിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. ഇത് കണ്ട് മേഘക്കും അവളുടെ മുത്തശ്ശിക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മേഘയോട് മുത്തശ്ശി പറയാണ്, അയ്യോ, ഈ വേണ്ടാത്തതൊക്കെ കാണാനായിരിക്കും ദൈവം എന്നെ വെച്ചിരിക്കുന്നത്. അപ്പുറത്ത് ചന്ദ്രികയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന മഹേന്ദ്രൻ സാറ് ബാക്കിലിരുന്ന് ലക്ഷ്മിയമ്മയും മലർമോളും നല്ല സന്തോഷത്തിൽ ഇതെല്ലാം വീക്ഷിക്കുന്നു. എന്നാൽ ഇപ്പുറത്ത് മേഘയെ എരിവ് കയറ്റുകയാണ് വീണ്ടും മുത്തശ്ശി പറയാണ്, എന്നാൽ മഹേന്ദ്രൻ എന്നെങ്കിലും നിന്നെ ഇതുപോലെ സഹായിച്ചിട്ടുണ്ടോ? പക്ഷേ ഈ ചന്ദ്രികയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നത് നോക്ക്. ചന്ദ്രികയെ കാർ ഓടിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ അവളാണ് അവകാശി എന്ന് മനസ്സിലാക്കിയോ? അപ്പോൾ മേഘ പറയാണ്, അതൊന്നും അറിയാൻ വഴിയില്ല മുത്തശ്ശി ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. മഹേന്ദ്രൻ്റെ അച്ഛന് വേറെ ജോലിയൊന്നുമില്ല, അതുകൊണ്ടാണ് ചന്ദ്രികയ്ക്ക് കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഓഫീസാണ്. അവിടെ ചന്ദ്രിക എന്തോ ആലോചിച്ച് ഇരിക്കുകയാണ്. ഇപ്പുറത്ത് സിദ്ധു തെല്ലൊന്ന് ആലോചിച്ച ശേഷം മൊബൈൽ ഫോൺ എടുത്ത് ഡയൽ ചെയ്യുകയാണ്. ചന്ദ്രികയ്ക്കായിരുന്നു ഫോൺ ചെയ്തത്. ചന്ദ്രിക ഫോൺ എടുത്തു. പറയൂ സർ. ചന്ദ്രിക, ഒരു മിനിറ്റ് എൻ്റെ ക്യാബിനിലേക്കൊന്ന് വരാമോ? ആ, ഇതാ വരുന്നു സർ, വേഗം വരും. ഫോൺ കട്ട് ചെയ്തതും സിദ്ധു ഫോണിലേക്ക് നോക്കിയൊന്ന് ചിരിക്കും. ഇപ്പുറത്ത് ചന്ദ്രിക എന്തിനായിരിക്കും തന്നെ വിളിപ്പിച്ചത് എന്ന ചിന്തയിൽ കുറച്ചു നേരം ആലോചിച്ചിരിക്കും. എന്നിട്ട് എണീറ്റ് പോവും. ചന്ദ്രിക സിദ്ധുവിൻ്റെ ക്യാബിനിലെത്തി. വരൂ ചന്ദ്രിക, ഇരിക്കൂ. വേണ്ട സാർ, കുഴപ്പമില്ല. അപ്പോൾ സിദ്ധു പറയാണ്, ആ ചന്ദ്രികയെ, ഒന്നുമില്ല. എന്താ വിളിപ്പിച്ചത് എന്ന് വെച്ചാൽ, നിൻ്റെ ഫ്രണ്ട് അനു ഉണ്ടല്ലോ, അവൾ എന്നെ കോഫി ഷോപ്പിലേക്ക് വിളിച്ചിരിക്കുക. അപ്പോഴേക്കും ചന്ദ്രികയുടെ മുഖം വല്ലാണ്ടായിരിക്കുകയാണ്. വീണ്ടും സിദ്ധു തുടരുകയാണ്, അവളെ കാണാനായി ഞാൻ പോവുക. അതിനു മുമ്പ് നിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയാനും വേണ്ടിയാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ചന്ദ്രികയ്ക്ക് ഒന്നും പറയാനാകാതെ തരിച്ചു നിൽക്കുകയാണ്. വീണ്ടും സിദ്ധു തുടരുകയാണ്, ചന്ദ്രികയെ, ഞാൻ അവസാനമായി ചോദിക്കുകയാണ്, നിൻ്റെ മനസ്സിൽ ഞാനില്ലല്ലോ? പക്ഷെ മറുപടി ഒന്നും പറയാൻ ചന്ദ്രികയ്ക്കാവുന്നില്ല. സിദ്ധു വീണ്ടും തുടരുകയാണ്, നിനക്ക് തന്നെ അറിയാം, നിന്നെയും മലരിനെയും ഞാൻ നന്നായി നോക്കുമെന്ന് നിനക്ക് അല്പം പോലും വിശ്വാസമില്ലേ? ചന്ദ്രിക ഒന്നും പറയാതായപ്പോൾ വീണ്ടും സിദ്ധു പറയാണ്, ഇനി ഞാൻ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. അനു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഞാൻ ഇറങ്ങുന്നു ചന്ദ്രികയെ എന്ന് പറഞ്ഞ് അവൻ എണീറ്റ് പോകുമ്പോൾ ചന്ദ്രികയുടെ അടുത്തെത്തിയപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് അനുവിന് കൊടുക്കാനെന്നോണമില്ല ഗിഫ്റ്റ് താഴെ വീഴും. അത് ചന്ദ്രിക എടുക്കും. ഗിഫ്റ്റിലേക്ക് നോക്കിയപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ നൊന്തു. അപ്പോൾ സിദ്ധു താങ്ക്സ് പറഞ്ഞിട്ട് പറയാണ്, ഇനി മുതൽ ഞാൻ നിനക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കില്ല. ഒരു വെള്ളിടി പോലെയാണ് അവളുടെ മനസ്സിലേക്ക് ആ വാക്കുകൾ വന്നത്. നിൻ്റെ ജീവിതത്തിലെ ഇനി ഒരിക്കലും ഞാനൊരു തടസ്സമായി വരില്ല. ഞാൻ നിൻ്റെ മനസ്സ് മാറുമെന്ന് കരുതി ഇത്രയും കാലം കാത്തുനിന്നു. ഇനിയും കാത്തിരുന്നിട്ട് യാതൊരു പ്രയോജനമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് എൻ്റെ തീരുമാനം ഞാൻ അനുവിനോട് പറയാൻ പോവാ. അനു എന്നുള്ള വാക്ക് ഓരോ തവണ കേൾക്കുമ്പോഴും ചന്ദ്രികയുടെ ഉള്ളിൽ പിടയുകയാണ്. അവളുടെ കരച്ചിൽ സിദ്ധുവിനെ കാണിക്കാതിരിക്കാനുള്ള ഒരു വിഫല ശ്രമം നടത്തി അവൾ ആ റൂമിൽ നിന്ന് പെട്ടെന്ന് പോവുകയാണ്. എന്നാൽ സിദ്ധു ആകട്ടെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ചിരിക്കുകയാണ് ഉള്ളിൽ. ചന്ദ്രിക തൻ്റെ ക്യാബിനിലേക്ക് പോകുമ്പോഴും ഈ സിദ്ധു പറഞ്ഞ ഈ കാര്യങ്ങൾ അവളെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ക്യാബിനിൽ വന്ന് ഇരുന്നപ്പോഴും അവൾ കരയെ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ട ഗീത തൊട്ടടുത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാ ചന്ദ്രിക നീ കരയുന്നത്? നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? അപ്പോൾ ചന്ദ്രിക പറയും, എന്നെ ആരും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ കരയുന്നേ? ഒന്നുമില്ല, മനസ്സിന് വല്ലാത്ത വിഷമം. ഗീത, ഞാൻ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. സ്കൂട്ടറിൽ പോകുമ്പോഴും അവളുടെ മനസ്സിൽ സിദ്ധുവും അനുവും സംസാരിക്കുന്നതാണ്. അവൾ നേരെ ഒരു ജ്യൂസ് കഫേയുടെ മുമ്പിൽ വണ്ടി നിർത്തും. അവിടെ സിദ്ധുവിൻ്റെയും അനുവിൻ്റെയും വണ്ടി കാണുന്നുണ്ടായിരുന്നു. കഫേയുടെ ഗ്ലാസ് ഡോർ തുറന്ന് അവൾ നോക്കുമ്പോൾ ഒരു ടേബിളിൽ സിദ്ധുവും അനുവും മുഖാമുഖമായിട്ട് ഇരിക്കുന്നതാണ്. അവർ വളരെ സന്തോഷത്തിൽ എന്തെല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക ഇതെല്ലാം വളരെ വിഷമത്തോടെ നോക്കി നിൽക്കുകയുമാണ്. അപ്പോൾ നേരത്തെ കണ്ട ഗിഫ്റ്റ് സിദ്ധു അനുവിന് സമ്മാനിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അനുവായിട്ട് അത് സന്തോഷത്തോടെ വാങ്ങുന്നു.
മനസ്സ് നീറി ചന്ദ്രിക അത് നോക്കി നിൽക്കുന്നു. ചന്ദ്രികയ്ക്ക് തൻ്റെ സങ്കടം സ്വയം നിയന്ത്രിക്കാനാവുന്നില്ല. അവൾ മനസ്സിൽ പറയാണ്, സിദ്ധു സാർ അനുവിൻ്റെ സ്നേഹം സ്വീകരിച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി ഇത്ര നാൾ കാത്തിരുന്നത് മതി. അദ്ദേഹം അനുവിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ കഴിയട്ടെ. ഇപ്പുറത്ത് സിദ്ധുവും അനുവും വളരെ സന്തോഷ നിമിഷങ്ങളാണ്. അത് കാണാനുള്ള മനക്കരുത്തില്ലാതെ ചന്ദ്രിക തിരികെ പോവുകയാണ്. അവളുടെ സ്കൂട്ടറിനടുത്തെത്തിയപ്പോഴേക്കും അവൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് സ്വയം പറയുകയാണ്, എന്നോട് ക്ഷമിക്കൂ സിദ്ധു സാർ. സാർ ഇത്രയും കാലം എനിക്ക് വേണ്ടി കാത്തിരുന്നു. എനിക്ക് സാറിനെ സ്വീകരിക്കാൻ സാധിച്ചില്ല. സാർ അനുവിൻ്റെ സ്നേഹം സ്വീകരിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാലോചിച്ച് അവൾ കരയുമ്പോൾ പെട്ടെന്ന് അനു അവളുടെ നേരേക്ക് ഒരു പേപ്പർ നീട്ടുകയാണ്. എന്നിട്ട് അനു പറയാണ്, വല്ലാതെ പൊട്ടി പൊട്ടി കരയുന്നുണ്ടല്ലോ, കണ്ണ് തുടച്ചേക്ക്. ചന്ദ്രിക കണ്ണ് തുടക്കുകയും ചെയ്തു. വീണ്ടും അനു ചോദിക്കുകയാണ്, എന്താ സിദ്ധു എൻ്റെ സ്നേഹം സ്വീകരിച്ചു എന്ന് കരുതി പൊട്ടി പൊട്ടി കരയുകയാണെന്ന്? അദ്ദേഹം എൻ്റെ സ്നേഹം ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നിന്നെ ഇവിടെ വരുത്താനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്ത പ്ലാനായത്. നീ ഇവിടെ വരികയാണെങ്കിൽ നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പിക്കും. അതുപോലെ തന്നെ നീ ഇങ്ങ് വന്നു. അപ്പോൾ നീ സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ അർത്ഥം? അപ്പോൾ ചന്ദ്രിക ഒന്ന് വിക്കിക്കൊണ്ട് പറയാണ്, ഇല്ല, ഞാൻ സിദ്ധാർത്ഥ് സാറിനെ സ്നേഹിക്കുന്നൊന്നുമില്ല. സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അദ്ദേഹം എനിക്ക് ബൊക്കെ തന്നത് കണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞത് എന്തിനാ? അനുവിൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിലും ഉത്തരം മുട്ടി നിൽക്കുകയാണ് ചന്ദ്രിക. അദ്ദേഹത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ നീ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും സമ്മതിക്ക് ചന്ദ്രികയെ. അപ്പോഴേക്കും സിദ്ധുവും അങ്ങോട്ട് എത്തിയിരുന്നു. അനു സിദ്ധുവിനോടായി പറയാണ്, സിദ്ധു, ചന്ദ്രിക നിങ്ങളെ ഉറപ്പായും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് തുറന്നു പറയാൻ കഴിയാതെ വിഷമിക്കുക. അനുവിൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും മുന്നിൽ പരിങ്ങി നിൽക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, ചന്ദ്രികയെ, നീ നേരിട്ട് പറഞ്ഞാൽ മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ എന്നല്ല അർത്ഥം. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ നിനക്ക് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും നിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനും വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഈ നാടകം നടത്തിയത്. അപ്പോൾ അനുവും സമ്മതിച്ചുകൊണ്ട് മൂളു. ചന്ദ്രികെ, ഞാൻ വളരെ വ്യക്തമായി പറയുക, മലറിന് വേണ്ടിയും നിനക്ക് വേണ്ടിയും മാത്രമാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. നീ എന്നെ സ്വീകരിച്ച് എന്നോടൊപ്പം ജീവിച്ചില്ലെങ്കിലും സാരമില്ല. ഞാൻ എന്നും നിനക്ക് വേണ്ടിയും മലറിന് വേണ്ടിയും ഒരു നല്ല ഫ്രണ്ടായി അവസാനം വരെ കൂടെ ഉണ്ടാവും. എന്നിട്ട് അനുവിനോട് പറയാണ്, താങ്ക്സ് അനു, നീ എനിക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു. ഞാൻ ഇറങ്ങുന്നു. അപ്പോൾ അനു മോളു. സിദ്ധാർത്ഥ് കാറുമെടുത്ത് പോകുന്നത് അനുവും ചന്ദ്രികയും നോക്കി നിൽക്കും. സിദ്ധാർത്ഥ് പോയി കഴിഞ്ഞതും അനു ചന്ദ്രികയോട് പറയാണ്, നീ വാക്കുകൾ കൊണ്ട് സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലും നിന്റെ മനസ്സിൽ മുഴുവൻ അദ്ദേഹമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനിയും നീ സ്വയം പറ്റിക്കരുത്. നീ സിദ്ധുവിനെ വിവാഹം കഴിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടിയും മലറിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിവെക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരാളെ നിനക്കും മലറിനും കിട്ടിയതിന് ജീവിതകാലം മുഴുവൻ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അനു അതും പറഞ്ഞു പോവുകയാണ്. ചന്ദ്രിക ഒരു അക്ഷരം മിണ്ടാതെ നോക്കി നിന്നു. അവളുടെ മനസ്സാകെ ഒന്ന് കലങ്ങി തെളിഞ്ഞിരുന്നു. പിന്നെ കാണിക്കുന്നത് വീട്ടിൽ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സിദ്ധുവിനെയാണ്. സിദ്ധു, ജാനകിയമ്മ വിളിക്കും. വീൽ ചെയർ ഉരുട്ടി സിദ്ധുവിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ സിദ്ധു പറയും, എന്താ അമ്മേ? എന്താടാ, ഓഫീസിലേക്ക് ഇറങ്ങിയോ? അതെ അമ്മേ. അതിനു മുമ്പ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ അമ്മേ? അപ്പോൾ ജാനകി, ചന്ദ്രിക നാട്ടുമ്പുറത്തുകാരിയാ, കള്ളം പറയില്ല, എല്ലാവരോടും സത്യസന്ധയായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാ മഹേന്ദ്രൻ ചേട്ടൻ അവളെ ഈ വീട്ടിൽ ജോലിക്ക് നിർത്തിയത്. പക്ഷേ അവൾ അങ്ങനെയുള്ളവളല്ല. ശരിക്കും സ്വാർത്ഥയാണ് അവൾ. അവളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരുടെ ജീവിതവും നശിപ്പിക്കാൻ അവൾ മടിക്കില്ല. ഏതറ്റം വരെയും അവൾ പോവും. അപ്പോൾ സിദ്ധാർത്ഥ ചോദിക്കുകയാണ്, അമ്മേ, എന്തിനാ ഇപ്പോൾ ഒരു ബന്ധവുമില്ലാതെ ചന്ദ്രയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ തെല്ലുച്ചത്തിൽ ജാനകി, ഞാൻ ആവശ്യമില്ലാതല്ല സംസാരിക്കുന്നത്, കാര്യം ഉണ്ടായിട്ട് തന്നെയാണ്. നമ്മുടെ ആരതിക്ക് ആലോചിച്ച പയ്യൻ അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? അതിൻ്റെ കാരണം ആരാണെന്ന് അറിയാമോ? സിദ്ധാർത്ഥ അപ്പോൾ ചോദിക്കും, ആരാ? ചന്ദ്രികയാണടാ. അവളന്ന് ക്ഷേത്രത്തിൽ വെച്ച് സന്ധ്യയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. സന്ധ്യക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണവും വിക്രം ആരതിയെ വിവാഹം കഴിക്കില്ല എന്നത് പറഞ്ഞതിൻ്റെ കാരണവും ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തൊക്കെ അമ്മ ഈ പറയുന്നത്? അതേടാ, ചന്ദ്രിക സന്ധ്യയോട് നീ അവളെ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് സന്ധ്യ ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് അവളുടെ ചേട്ടനോട് പറഞ്ഞത്. അവനിവിടെ വന്ന് ഈ ബന്ധം അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, അമ്മേ,
അമ്മ ചന്ദ്രികയെ വെറുതെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ചന്ദ്രിക ഒരു കാര്യവും സന്ധ്യയോട് പറഞ്ഞിട്ടില്ലമ്മേ. ഞാനാണ് ചന്ദ്രികയെ സ്നേഹിക്കുന്ന കാര്യം സന്ധ്യയോട് പറഞ്ഞത്. എന്നാൽ ജാനകി ഇത് കേട്ട് പുച്ഛത്തോടെ ഛേ എന്ന് പറയും. എന്നിട്ട് പറയാണ്, എടാ ചന്ദ്രികയെ രക്ഷിക്കാനും വേണ്ടി നീ എന്നോട് കള്ളം പറയണ്ട. അയ്യോ ഇല്ല അമ്മേ. അപ്പോഴും ജാനകി പറയാണ്, ചന്ദ്രിക തന്നെയാ ഇക്കാര്യം സന്ധ്യയോട് പറഞ്ഞിരിക്കുന്നത്. നിന്റെ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണമെന്നത് അവളുടെ ലക്ഷ്യമാണ്. ഛേ അയ്യോ, ഇത്രയൊക്കെ നടന്ന ശേഷവും നീ പറയുന്നതോ ആ ചന്ദ്രിക പറയുന്നതോ കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇപ്പം തന്നെ മഹേന്ദ്രൻ ചേട്ടനോട് എല്ലാ സത്യവും തുറന്ന് പറയാൻ പോവാ. ചന്ദ്രിക നിന്നെ പറഞ്ഞു മയക്കി വശത്താക്കി വെച്ചിരിക്കുകയാണെന്ന് ചേട്ടനോട് പോയി പറഞ്ഞ് അവളെ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവാ. ചേട്ടൻ മറ്റാര് പറഞ്ഞാലും കേൾക്കില്ല, പക്ഷേ ഞാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും കേൾക്കും. എൻ്റെ വാക്കുകൾ ചേട്ടൻ വിശ്വസിക്കും. ഇന്ന് തന്നെ ചന്ദ്രികയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്ന് നീ നോക്ക്. അപ്പോൾ സിദ്ധു, അയ്യോ അമ്മ ഞാൻ പറയുന്നത് കേൾക്ക്, അങ്ങനൊന്നുമല്ല കാര്യങ്ങൾ. എന്താ അമ്മ ഇങ്ങനെ? അമ്മ സ്വന്തം ഇഷ്ടത്തിന് എന്തെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. കാര്യങ്ങൾ അങ്ങനെ ഒന്നുമല്ല അമ്മേ. ഞാൻ ചന്ദ്രികയെ സ്നേഹിക്കുന്നുള്ള കാര്യം സന്ധ്യയോട് പറഞ്ഞത് ഞാനാണ്, അല്ലാതെ ചന്ദ്രിക ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ വിവാഹം മുടക്കണമെന്ന് ചന്ദ്രിക ഇതുവരെ പറഞ്ഞിട്ടുമില്ല. സിദ്ധു അമ്മയെ വിശ്വസിക്കാൻ ആവുന്നത് ശ്രമിച്ചു, പക്ഷേ അവരതിൽ വീഴുന്നില്ല. ഇല്ലടാ സിദ്ധു, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ചന്ദ്രികയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാനാണ് പോകുന്നത്. അമ്മേ ഇതേ ഇങ്ങോട്ട് നോക്ക്. ചന്ദ്രികയ്ക്ക് അവളുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഒരാശ്രയമില്ലാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ആശ്രയമില്ലാത്ത ചന്ദ്രികയ്ക്കും മല്ലറിനും ജീവിതകാലം മുഴുവൻ ഒരു തുണയാകണമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്നല്ലാതെ അവൾ ഇതുവരെ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ആവശ്യമില്ലാതെ അവളെ കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് ന്യായമാണ് അമ്മേ? അമ്മേ, ചന്ദ്രികയുടെ മേലെ യാതൊരു തെറ്റുമില്ല. എല്ലാ തെറ്റിനും കാരണം ഞാനാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും ചന്ദ്രിക ഇവൻ ന്യായീകരിക്കുകയാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഛേ എന്ന് പറയും ജാനകി അമ്മ. വീണ്ടും വളരെ ദേഷ്യത്തിൽ സിദ്ധാർത്ഥ് പറയാണ്, ചന്ദ്രികയെ വെറുതെ വീട് വിട്ട് പറഞ്ഞേക്കാൻ നിൽക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാതെ അവളുടെ മേൽ പൈചാരി അവളെ വീട്ടിൽ നിന്നും പറഞ്ഞേക്കണമെന്ന് അമ്മ വിചാരിച്ചാൽ ആ പാപം അമ്മക്ക് തന്നെ ആവും കിട്ടുക. അങ്ങനൊരു പാപം ദയവ് ചെയ്ത് ചെയ്യരുത്, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം എന്താ, അമ്മയ്ക്ക് ഞാൻ ചന്ദ്രികയിൽ നിന്ന് അകലണം, അത്രയല്ലേ ഉള്ളൂ? ശരി അമ്മേ, അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ ചന്ദ്രികയിൽ നിന്ന് അകന്നോളാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വരെയാണ് കാണിക്കുന്നത്. നാളത്തെ പാർട്ടിൽ കുറച്ച് പറയാം. സിദ്ധാർത്ഥ് ജാനകിയമ്മയോട് പറയാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു IT കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞ് US നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ US പോവുക. ഞാൻ കാരണം ഇവിടെ ചന്ദ്രികയ്ക്കും മലരും യാതൊരു പ്രശ്നം ഉണ്ടാവരുത്. അവരിവിടെ നിൽക്കട്ടെ, ഞാൻ US പോയിക്കോളാം. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയും സിദ്ധാർത്ഥും സംസാരിക്കുന്നതാണ്. ചന്ദ്രിക പറയാണ്, സാർ അമേരിക്കയിലേക്ക് പോകുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. അപ്പോൾ സിദ്ധു പറയാണ്, ഞാനിവിടെ നിൽക്കണമെങ്കിൽ നീ എന്നെ സ്വീകരിക്കണം. അടുത്ത വെള്ളിയാഴ്ച എൻ്റെ പിറന്നാളാണ്. അന്നാണ് ഞാൻ ഇവിടെ ഉണ്ടാവുന്ന അവസാന ദിവസം. അതിനുള്ളിൽ നീ നിൻ്റെ തീരുമാനം പറ എന്ന് പറഞ്ഞ് സിദ്ധു അവിടെ നിന്നാണ് പോവുകയാണ്. അവനെയും നോക്കി എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് ചന്ദ്രിക. ഇതോടെ ഇന്നത്തെ അവസാനിച്ചു. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവർ ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡുമായി നാളെ വരാം. ടാറ്റാ, ബൈ ബൈ.